ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരും ഹിന്ദുക്കളുമായിട്ടുള്ള ഈ നാട്ടിലെ മനുഷ്യർ ഇവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ചാലോ? ഈ ദേശീയ സ്വഭാവമുള്ള രാജ്യത്തോട് പ്രതിബദ്ധതയുള്ള ടാറ്റ പോലെയുള്ള ഒരു സംവിധാനത്തെ ബഹിഷ്കരിക്കാൻ നിങ്ങൾ ആഹ്വാനം ചെയ്താൽ, നാളെ ഞങ്ങൾ നിങ്ങളുടെ സംവിധാനങ്ങളെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തു തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? എന്താണ് ഇവിടെ സംഭവിക്കുക? ഇവിടെ മുസ്ലിം സമുദായം മാത്രം മുസ്ലിങ്ങളുടെ കടകളിൽ നിന്ന് സാധനം മേടിച്ചാൽ മതിയോ? ഒരു ചോദ്യമാണ്. അതിനോട് ചേർത്ത് വെച്ചിട്ട് ഒരു കാര്യം കൂടെ പറയാം. ഇവിടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വളരെ അന്ധമായി ഇത്തരം രാജ്യവിരുദ്ധ പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്നത് അങ്ങേയറ്റം ഖേദകരമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇവിടെ പണ്ടെന്നോ ബീഫ് ആയിട്ട് ബന്ധപ്പെട്ട് ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ബീഫ് ഫെസ്റ്റ് എന്തായിരുന്നു അതിന് കാരണം? അതായത് RSSകാര് അല്ലെങ്കിൽ BJP സംവിധാനങ്ങൾ പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പശു ഇറച്ചി കഴിക്കുന്നത് തെറ്റാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെയുള്ള ഇടതുപക്ഷ ചിന്താഗതിയുള്ള വിഡ്ഢി കുഷ്മാണ്ഡങ്ങൾ എന്ന് വിളിക്കാവുന്ന കുറെ ആളുകൾ, അതിൽ കുറെ ആളുകൾ എന്ത് ചെയ്തു? ബീഫ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഒരു ഹൈന്ദവ തീവ്ര സ്വഭാവമുള്ള ചില വിഭാഗങ്ങൾ ഒരു ഭക്ഷണം അത് കഴിക്കാൻ പാടില്ല, അത് കഴിക്കുന്നവരെ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറയുന്ന അതേ ശൈലി തന്നെയാണ് മറുവശത്ത് ഇവിടെ ഇസ്ലാമിക ആചാര അനുഷ്ഠാനങ്ങളിൽ രൂപപ്പെടുന്ന ഭക്ഷണമേ ഞങ്ങൾ കഴിക്കൂ, മറ്റുള്ളവരും അത് കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഹലാൽ എന്ന് പറയുന്ന സംവിധാനം. ഈ കേരളത്തിൽ നമ്മളിങ്ങനെ ഒരു കോർണറിൽ നിന്ന് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും അവിടെയുള്ള ഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകൾ എടുത്താൽ അത് മുഴുവൻ മുസ്ലിം കമ്മ്യൂണിറ്റിയുടേതാണ്. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹോട്ടലുകളിലും ഹലാൽ എന്ന് പറയുന്ന ബോർഡും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരു തീരുമാനമെടുക്കുകയാണ്, അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ളവർ ഒരു തീരുമാനം എടുക്കുകയാണ്. ഞങ്ങൾ ഇനി ഹലാൽ ബോർഡ് വെച്ചിട്ടുള്ള ഈ കടകളിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. കാരണം അത് ഒരു മതത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രത്യേക പ്രാർത്ഥനകൾ ചൊല്ലി, ബിസ്മില്ല ചൊല്ലി അവരുടെ ദൈവത്തിന് സമർപ്പിച്ചത് കഴിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത് ഈ രാജ്യത്തിന്റെ മതേതര മൂല്യങ്ങളെ തകർക്കുന്നതാണ്. അതുകൊണ്ട് പരോക്ഷമായിട്ട് പോലും ഒരു മതവിഭാഗത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ പങ്കാളികളാകാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ ഈ അഹങ്കാരം അവസാനിക്കുമോ? ഈ അഹങ്കാരം അവസാനിപ്പിക്കുമോ? SIOക്കാരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ ഈ അഹങ്കാരം ഇവിടുത്തെ ക്രൈസ്തവ ഹൈന്ദവ സമൂഹങ്ങൾ അവരുടെ സ്വത്വബോധത്തെക്കുറിച്ച് കൂടുതൽ ഗൗരവത്തിൽ ചിന്തിച്ചുകൊണ്ട് അവരുടെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ഈ അഹങ്കാരം അവസാനിക്കുമോ? എങ്കിൽ ഞങ്ങൾ ഇനി അങ്ങനെ അഹങ്കാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുവന്ന് തള്ളിയിടരുത്. ഈ നാട്ടിൽ ഇവിടെയുള്ള എല്ലാ മതവിഭാഗങ്ങളും സമാധാനത്തോടെയും സന്തുഷ്ടിയോടെയും കഴിഞ്ഞു പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഈ തീവ്ര നിലപാടുകളെ ഞങ്ങൾ പാടെ അവഗണിച്ച് തള്ളിക്കളയുന്നത്. മറിച്ച് ഞങ്ങൾക്ക് വിവരമില്ലാത്തത് കൊണ്ടല്ല. ഈ നാടിന് വിദ്യാഭ്യാസവും നൽകി ഈ നാടിനൊരു സംസ്കാരവും രൂപീകരിച്ച ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യേകിച്ച് നിങ്ങൾ നടക്കുന്ന ഇരട്ടത്താപ്പ് പ്രവണതകളിൽ ഞങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് ദയവ് ചെയ്തിട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആളുകൾ വിചാരിക്കരുത്. ഞങ്ങളും വിചാരിച്ചു കഴിഞ്ഞാൽ ചിലതൊക്കെ നടക്കും. പക്ഷെ ഞങ്ങൾ അത് ചെയ്യാത്തത് ഞങ്ങൾക്കൊരു ദേശീയ ബോധമുള്ളത് കൊണ്ടാണ്. ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതര മൂല്യങ്ങളോട് ഞങ്ങൾ വലിയ ബഹുമാന ആദരവ് പുലർത്തുന്നതുകൊണ്ടാണ്.